ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 15-16 തിരുവചനങ്ങൾ. അവരിൽ ചിലർ പറഞ്ഞു, അവൻ പിശാചുക്കളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. വേറെ ചിലർ അവനെ പരീക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്നും ഒരടയാളം അവനോട് ആവശ്യപ്പെട്ടു. പരിശുദ്ധ തൃത്വ ദൈവത്തിന് സ്തുതി. ദൈവത്തെ പൂർണ്ണമായും വിശ്വസിക്കാതെ, ദൈവശക്തിയെ പൂർണ്ണമായും മനസ്സിലാക്കുവാൻ ശ്രമിക്കാതെ ബുദ്ധിമുട്ടുന്ന നമ്മെപ്പോലെ ചിലർ അന്നും അവിടെ യേശുവിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ തന്നെ അന്നും അവർക്ക് സംശയങ്ങളും കാരണങ്ങളും ഉണ്ടായിരുന്നു ദൈവത്തെ പരിപൂർണമായും വിശ്വസിക്കാതിരിക്കുവാൻ. പിശാചുബാധയാൽ ഊമനായ ഒരു മനുഷ്യനിൽ നിന്നും ആ മനുഷ്യനെ ഉപദ്രവിക്കുന്ന പിശാചിനെ അവർ കാണുകെ പുറത്താക്കിയ ദൈവത്തെ വിശ്വസിക്കുവാൻ സാധിക്കാതെ സ്വന്തം കാര്യകാരണങ്ങൾ കണ്ടെത്തുന്ന ചിലർ. നസ്രായനായ ഒരു തച്ചൻ്റെ മകൻ പിശാചുക്കളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ പുറത്താക്കുന്നത് എന്ന് സ്വന്തം ബുദ്ധിയിൽ കണ്ടെത്തുന്ന ചില മനുഷ്യർ. വേറെ കുറച്ചു പേർക്ക് തങ്ങൾ കണ്ട അത്ഭുതങ്ങളൊന്നും പോരാ. തങ്ങൾ പറയുന്ന സമയത്ത്, തങ്ങൾ പറയുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് അത്ഭുതം പ്രവർത്തിച്ചു കാണിക്കണം എന്ന ശാഠ്യം പിടിക്കുന്ന ചില മനുഷ്യർ. അതും ഭൂമിയിൽ നിന്നുമുള്ള അത്ഭുതങ്ങളൊന്നും പോരാ. സ്വർഗത്തിൽ നിന്ന് ദൈവം എവിടെയാണോ ഇരിക്കേണ്ടത് അവിടെ നിന്നും തന്നെ ഉള്ള ഒരത്ഭുതം, സ്വർഗത്തിൽ നിന്നും ഒരടയാളം കാണണം, നിന്നെ ഞങ്ങൾക്ക് വിശ്വസിക്കുവാൻ എന്ന് പറയുന്ന, എന്ന് ചോദിക്കുന്ന ഇന്നത്തെ പോലെ തന്നെയുള്ള അന്നത്തെ ചില സംശയാലുക്കൾ. യേശു ദൈവത്തിൽ നിന്നാണ് എന്ന് ആകാശത്തിൽ നിന്നും വല്ല അത്ഭുതം കാണിച്ചോ, തീ ഇറക്കിയോ, സൂര്യനോ ചന്ദ്രനോ സംബന്ധിച്ച എന്തെങ്കിലും അസാധാരണ സംഭവങ്ങൾ പ്രകടിപ്പിച്ചോ തെളിയിക്കണം. അങ്ങനെ ഞങ്ങൾക്കെല്ലാവർക്കും നിന്നെ പരിപൂർണമായും വിശ്വസിക്കാൻ, ഞങ്ങളിൽ ഭയവും വിസ്മയവും തീർക്കുന്ന ഒരു മഹത്തായ ദൈവിക അടയാളം കാണാൻ ആഗ്രഹിക്കുന്ന സംശയാലുക്കൾ. സാധാരണ ജനങ്ങളുടെ ഇടയിൽ വസിച്ച് അനേകം രോഗികളെ സൗഖ്യമാക്കിയ, ഭൂതങ്ങളെ പുറത്താക്കിയ, അനേകരെ രക്ഷിച്ച, ദൈവവചനം സ്പഷ്ടമായും അധികാരത്തോടെയും പ്രസംഗിച്ച യേശുവിൽ വിശ്വസിക്കുവാൻ സാധിക്കാതിരുന്ന ചിലരെങ്കിലും. ഇന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, അന്ന് യേശു അവർക്ക് കൊടുത്ത മറുപടി നാം ആരോടും യേശുവിന് പറയുവാൻ ഇടവരുത്താത്ത വിധം നമുക്ക് അവനിൽ വിശ്വസിക്കുവാൻ. ഏത് മറുപടിയാണ് അന്ന് യേശു അവരോട് പറഞ്ഞത്? ദുഷ്ടവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം അന്വേഷിക്കുന്നു. ഇന്ന് നാം ആയിരിക്കുന്ന തലമുറ എത്ര തവണ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട് നമ്മെ കൈ താങ്ങിയിട്ടും, എത്രയോ വർഷങ്ങൾ അവൻ്റെ കൃപയാൽ നമ്മുടെ ദുഷ്ടതയുടെയും സംശയത്തിൻ്റെയും ഇടയിൽ അവൻ നമ്മെ കാത്തു പരിപാലിച്ചിട്ടും അവനെ പൂർണ്ണമായി സ്നേഹിക്കുവാൻ സാധിക്കാതെ, അവൻ്റെ ആരാധനകളിൽ, അവൻ്റെ വിശുദ്ധ ബലികളിൽ മുടങ്ങാതെ പങ്കുചേരുവാനുള്ള മനസ്സും സമയവുമില്ലാതെ, അവനെ ധ്യാനിക്കുവാനോ യേശുവിൻ്റെ സത്യസുവിശേഷം വായിക്കുവാനോ അതിനൊത്ത് ജീവിക്കുവാനോ സാധിക്കാതെ, സംശയത്തോടെ വീണ്ടും വീണ്ടും അടയാളങ്ങൾ പ്രതീക്ഷിക്കുന്ന, സമ്പത്തും പ്രശസ്തിയും പ്രതീക്ഷിക്കുന്ന, ദൈവം ഇതിനകം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തന്ന കാര്യങ്ങളെ തിരിച്ചറിയാതെ സംശയത്തോടെയുള്ള പരീക്ഷണം നമ്മെ ആരെയും ആത്മീക അന്ധതയിലേക്ക് നയിക്കുവാൻ ഇടവരുത്താതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.